ഹായ് ഫ്രണ്ട്സ്, എസ് ടു എസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി സുബീഷ്. എസ് ടു എസ് ഫാഷൻസ് ഒരു രജിസ്റ്റേർഡ് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് കേട്ടോ. സിറ്റുവേറ്റ് ചെയ്യുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എരുമപ്പെട്ടിക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടണിൽ വരുന്ന നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളി കളറാണ്. അതിൻ്റെ ഒരു 3 ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു പൊട്ടുക്കും കൂടി ഡാർക്കർ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുഖത്തിന് നല്ലൊരു ഷൈനിങ് കൊടുക്കുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത്. റെയർ കളറാണ് കേട്ടോ. ഇങ്ങനത്തെ കോട്ടൺ അജ്രക്കിൽ നമുക്ക് ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ വളരെ റെയറായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ യോക്കിൽ വന്നിട്ടുള്ള പാച്ചും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതിൻ്റെ വർക്കും ഒരു ഡിഫറെൻറ്റ് മോഡലാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിലും സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 15 ഇഞ്ചസ് ആണ് വരുന്നത്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 44-നും 45-നും 44-നും 45-നും ഇടയിലാണ് നിൽക്കുന്നത്. പിന്നെ റൗണ്ടാണ് നെക്ക് വരുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹെവി ഹാൻഡ് വർക്കാണ്. ഹെവി ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാലും സിമ്പിളാണ്, എന്നാൽ ഫങ്ഷന് പറ്റിയതാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പറ്റും, ഫങ്ഷനും പറ്റും. ഇങ്ങനെയാണ് വർക്കിൻ്റെ ഒരു ഷൈനിങ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വർക്കിൻ്റെ ഒരു ഷൈനിങ് കണ്ടോ. അതിൻ്റെ ഒരു ഫിനിഷിങ്ങും നോക്കൂ, കണ്ടോ. അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇവിടെ ഒരു നെക്കിനൊരു പൈപ്പിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. സെയിം കളർ തന്നെ. അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒരു സ്ക്വയർ പാച്ചാണ് വന്നിട്ടുള്ളത്. റൗണ്ടാണ് നെക്ക്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല റയർ കളറാണ്. ഭൂരിഭാഗം അങ്ങനെ കാണാത്തൊരു കളറാണ്. അതുകൊണ്ടാണ് കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്തത്. ഇതെങ്ങനെയാണ് കോട്ടൺ ലൈനിങ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. പിന്നെ എല്ലാം നോർമൽ തന്നെ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. ടോപ്പിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടണാണ് മെറ്റീരിയൽ. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അത് ഞാൻ ലൈനിങ്ങിനാണ് കുറച്ചൊരു കട്ടി തോന്നുക. അതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പശ പോയി കഴിഞ്ഞാൽ അതും സോഫ്റ്റ് ആവും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ കൂടുന്ന നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇത് ടോട്ടൽ അങ്ങനെ കൂടിയാൽ ഇങ്ങനെ കൂടും. ഇതിൽ വർക്കുള്ള കാരണം ഞാനത് അങ്ങനെ ചെയ്യാത്തത്. ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത്. ഫ്രണ്ട് ഭാഗം. ഇതാണ് ബാക്ക് ഭാഗം കേട്ടോ. അപ്പോൾ ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറാണ്. നമ്മുടെ മുഖത്തിന് നോക്കുക എത്ര ഇത് ബ്രൈറ്റാക്കി നിർത്തുന്നതെന്ന്. നല്ല ബ്രൈറ്റണിങ് ആയിട്ട് തോന്നും. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. കറക്റ്റ് സൈസ് ഇതിനുണ്ട്. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സൈസ് അപ്പ് എടുക്കാം കേട്ടോ. കാരണം ഇപ്പം ഇത് എക്സൽ 42 ആണ് വേണ്ടത്. ഒരു 41.25 വരെ വരുന്നുണ്ട്. കറക്റ്റ് 42 ഞാൻ ഈ മെഷർ ചെയ്തതിന് കിട്ടിയില്ല. 41.25 വരുന്നുണ്ട്. ഒരു 4 ഇഞ്ചിൻ്റെ കുറവ് വരുന്നുണ്ട്. ഇനി അടുത്തത്തെ എക്സലിന് ചിലപ്പോൾ 42 കറക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സൈസ് കൂട്ടിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് അതൊന്ന് മെഷർ ചെയ്യാൻ പറയണം കേട്ടോ. ഞാനപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് മെഷർ ചെയ്തിട്ടേ ഇവിടെ നിന്ന് അയക്കുള്ളൂ. അപ്പോൾ ഒരു സൈസ് അപ്പ് എടുത്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ സ്മോളുകാർക്ക് തൊട്ട് പർച്ചേസ് ചെയ്യാം. സ്മോൾ, മീഡിയം, ലാർജ് എക്സലുകാർക്ക് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല, ഡബിൾ എക്സലിൽ അധികം ബെസ്റ്റ് സൈസൊന്നും വരുന്നില്ല. ഈ ഭാഗം കൊണ്ട് അധികം തടി തോന്നിക്കാത്തവരാണെങ്കിൽ അവർക്ക് എക്സൽ തന്നെ, അവരുടെ ഡബിൾ എക്സലിന് സെയിം സൈസ് എടുക്കാം. അപ്പോൾ പ്രശ്നം വരില്ല. കോട്ടൺ ആയതുകൊണ്ടാണ് ഒരു സൈസ് അപ്പ് എടുത്തോളൂ എന്ന് പറയുന്നത്. ഒരു സൈസ് കൂടിയാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടു. ഒരു സൈസ് കൂടിയെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിലൊന്നും പ്രശ്നം വരില്ല, നെക്കിൽ പ്രശ്നം വരില്ല, ലെങ്ത്തിൽ പ്രശ്നം വരില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇത് 2 സൈഡും ഓരോ ഇഞ്ചൊന്ന് കുറയ്ക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് ഒരു സൈസ് അപ്പ് എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം. സ്മോളുകാർക്ക് മീഡിയം എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറാണ്. എൻ്റെ വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ കണ്ടോളൂ. കണ്ടോ, ഇതിൽ നല്ലൊരു, ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതിലൊരു ഓറഞ്ച് പോലെയാണ് തോന്നുന്നു, വീഡിയോയിൽ തോന്നുന്നത്. ഒരു നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ഇതിൻ്റെ കുറച്ചും കൂടി ഡാർക്കർ. അതിൽ ഒരു ആഷ് ലൈൻസ് ആണ് വന്നിട്ടുള്ളത് പാച്ചിൽ. അതിൽ ഒറിജിനൽ മിററിൽ ആഷ് കളർ ത്രെഡ് കൊണ്ടാണ് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ബ്ലാക്കിൽ റെയിൻബോ കട്ട് ബീഡ് കൊണ്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയാം, വളരെ റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. സാധാരണ നമ്മളെപ്പോഴും മെറൂൺ, ബ്ലാക്ക് അങ്ങനത്തെ കോമ്പിനേഷനൊക്കെ അല്ലേ കാണാറ്. ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇട്ടാൽ നമ്മുടെ മുഖത്തിന് അത്രയും ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഫംഗ്ഷൻ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ കണ്ടു നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത്. സ്ലിറ്റഡ് മോഡലാണ്, ലൈനിങ് ആണ്.
കോട്ടൺ ആണ് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് എന്താ, നല്ല ഈ ഒരു ഷെയ്ഡാണ്, നല്ലൊരു സീ ഗ്രീൻ കളർ എന്ന് പറയാം കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ് ഇത്. ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്, കുറച്ചും കൂടി ഒരു ഗ്രീനിഷ് ആണ്. ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സീ ഗ്രീൻ, നല്ല രസമുള്ള ഒരു ഗ്രീനാണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡായിട്ട് തോന്നുന്നത്, എന്നാൽ ഭയങ്കര ഡാർക്കല്ല കേട്ടോ. ഒരു പൊടിക്ക് ഒരു ടോണും കൂടി അപ്പായിട്ട് നിന്ന് കഴിഞ്ഞാലുള്ളൊരു ഷെയ്ഡാണ്. ഇതും നമ്മുടെ മുഖത്തിനെ നല്ല ബ്രൈറ്റനാക്കിയിട്ട് തോന്നിക്കുന്ന നല്ലൊരു സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. 15 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 45 വരുന്നുണ്ട്. റൗണ്ടാണ് നെക്ക്, സെയിം സ്ക്വയർ പാച്ചാണ് വന്നിട്ടുള്ളത്, സെയിം വർക്കാണ്. കളറ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടി ഒരു ബ്ലൂ കയറി വരുന്ന പോലെ, കുറച്ചും കൂടി ഒരു ലൈറ്റ് സീ ഗ്രീൻ കളറാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. അതിൽ പാച്ച് വന്നിട്ടുള്ളത് ഈ ഒരു സെയിം ടോണിലും ഒരു നമ്മുടെ ഒരു വഴുതനപ്പൂ കളർ എന്ന് പറയില്ലേ, ലൈറ്റ് വഴുതനപ്പൂ കളർ, ആ കളറാണ് വന്നിട്ടുള്ളത്. അതിൽ മിററിൻ്റെ ചുറ്റും വന്നിട്ടുള്ള ത്രെഡ് വന്നിട്ടുള്ളത് നല്ല ഗ്രീനിലാണ് കേട്ടോ. നല്ല വർക്കാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി, നല്ല ഷൈനിങ് ആണ്. ഓവറോൾ നല്ല പ്രിൻ്റാണ് കേട്ടോ, അജ്രക് പ്രിൻ്റാണ്. അജ്രക് പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹാൻഡ് ബ്ലോക്ക് കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മൾ വുഡിൻ്റെയും ഒക്കെ അച്ചുണ്ടല്ലോ, ബ്ലോക്കുകൾ കൊണ്ട് വെജിറ്റബിളിൻ്റെ ഒക്കെ ചെയ്യുന്ന പ്രിൻറ്റിനെയാണ് അജ്രക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫുള്ള് വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ, മിക്സിംഗ് ഒന്നല്ല, പ്യുവർ കോട്ടൺ ആണ്. ഒരു വർക്കിൻ്റെ ഫിനിഷിങ് നോക്കും ഉണ്ടോ, എന്ത് രസമാണ് വർക്കിൻ്റെ ഷൈനിങ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ബ്ലാക്ക് റെയിൻബോ കട്ട് ബീഡ് കൊണ്ടാണ് വർക്ക് ഇതിലിങ്ങനെ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളാണ്, എന്നാൽ ഫങ്ഷനും പറ്റും. അങ്ങനെ ഒരു കുർത്തിയാണ്. കാഷ്വൽ വെയർ, ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. എന്താ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ്. ഇതും നമ്മുടെ മുഖത്തിന് നല്ല ബ്രൈറ്റണിങ് ആക്കുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതെന്താ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ലുക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് ആണ്. ലൈനിങ് ഇതാ എൻഡ് വരെ ഉണ്ട് കേട്ടോ. ഒരു 3 ഇഞ്ച് മാത്രമേ ലൈനിങ് ഇല്ലാത്തതുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ് വരുന്നത്. ഡബിൾ എക്സൽ എല്ലാം കറക്റ്റ് 44 തന്നെയുണ്ട്. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൈസ് കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ് സൈസസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 625 മാത്രമാണ് കേട്ടോ. അതായത് ഇത്രയും നല്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് പ്യുവർ കോട്ടൺ ആണ്. പ്യുവർ കോട്ടണിൽ പ്യുവർ അജ്രക് പ്രിൻ്റാണ്. മിക്സിങ് കോട്ടണിൽ അജ്രക് പ്രിൻറ്റ് വരുമ്പോൾ ആ കുർത്തിക്ക് പ്രൈസ് പിന്നെയും കുറയും. ഈ ഒരു കുർത്തി കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒറിജിനൽ പ്യുവർ കോട്ടണിൽ ഇങ്ങനെ ഹാൻഡ് ബ്ലോക്ക്, അതായത് അജ്രക്ക് വന്നിട്ട് ചെയ്യാൻ തന്നെ മീറ്ററിന് 300 രൂപ വരും തുണിക്ക്. ഇത് നമ്മൾ ലൈനിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്ത് ഹാൻഡ് വർക്കും ചെയ്തിട്ട് 625 മാത്രമേ വരുന്നുള്ളൂ. ഒരു 799 to 840 വരെ MRP വരുന്ന ഐറ്റമാണ് നമ്മൾ 625-ന് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ണടച്ച് പർച്ചേസ് ചെയ്യാം. അത്രയും അഫോർഡബിൾ പ്രൈസാണ്. അത്രയും നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത്. അത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. നല്ല റയർ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ട നല്ല ഡ്രസ്സാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുഖത്തിന് അത്രയും നല്ല ബ്രൈറ്റാക്കി നിർത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്, ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവർ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു വൈറ്റും ഒരു ലൈറ്റ് വഴുതനപ്പൂ കളറും ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിൽ നല്ല രസമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മളിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് കുർത്തിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മോഡൽ കോട്ടൺ കുർത്തിയും കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ട് വരാം. വർക്ക് കണ്ടോ, നല്ല ഷൈനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കുർത്തി കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ തേർഡ് കുർത്തി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അജ്രക്കിൽ കാന്ത കോട്ടൺ കൂടി വരുന്ന നല്ലൊരു കളക്ഷനാണ്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് കേട്ടോ. ബ്ലാക്ക് വൈറ്റ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. സ്ലിറ്റഡ് പാറ്റേൺ തന്നെയാണ്. സിമ്പിളായിട്ട് കോട്ടൺ അജ്രക്ക് ഉദ്ദേശിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. എനിക്ക് കൈ സ്ലീവ് ലൂസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ റൗണ്ടാണ് നെക്ക്, സ്ക്വയറാണ് പാച്ച് വന്നിട്ടുള്ളത്. അതിൽ നല്ല കാന്ത കോട്ടനാണ്. കണ്ടോ, കാന്ത കോട്ടൺ പ്ലസ് അജ്രക് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്
നല്ല വർക്കാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇതും നല്ലൊരു വർക്കാണ്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളറ്, ഗോൾഡൻ കട്ട് ബീഡിൻ്റെ വർക്കാണ്. അതിൽ ഒറിജിനൽ മിററിനെ ഒരു ഒരു നല്ല കളറാണിത്. എന്ത് കളറാണെന്ന് പറയാം, ഒരു വയലറ്റ് കളർ പോലത്തെ ത്രെഡ് കൊണ്ട് സെക്യൂർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത്. സ്ലീവിൻ്റെ എൻ്റെലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഒരു 16 ഇഞ്ചസ് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. 16 ഇഞ്ച് ഇറക്കാണ് കേട്ടോ വരുന്നത്. സ്ലീവ് കയ്യിൽ ലൈനിങ് ഇല്ല. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 46 ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമാണ് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. ഇതും കോട്ടണിൽ നമ്മൾ അധികം കാണാത്ത ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മൾ ഇന്ന് കൊടുക്കുന്ന 3 നല്ല റയർ കോമ്പിനേഷനാണ്. ആദ്യത്തെ 2നും 625 ആയിരുന്നു റേറ്റ് വന്നത്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത്. ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 799 എബവ് പോകുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഒരു ഓഫർ എന്ന രീതിക്ക് 599 തരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ. ഇത്രയും നല്ല ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അത്രയും നല്ല ഓഫറാണ്. 599 മാത്രമേ വരുന്നുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നു, ഇത് പ്യുവറായിട്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത്, ഓഫർ റേറ്റിന് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കുർത്തിയെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗീവ് വിന്നർ അനൗൺസ് ചെയ്തു. നമ്മൾ ഗിഫ്റ്റൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് പിന്നെ മാത്രമല്ല, നമ്മൾ പുതിയ ഗീവ് അവേ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നവർക്കാണ് കേട്ടോ. ഇനി നമ്മൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റാറ്റസ് ആയിട്ടോ വെക്കുന്നതിൻ്റെ ഒരു 12 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ കമൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പറയുന്നില്ല. ഷെയർ ചെയ്യണതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം. നമ്മൾ എല്ലാ മാസവും 2 പേർക്ക് ക്യാഷ് പ്രൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ കുർത്തിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിചാരിച്ചു ക്യാഷ് പ്രൈസ് കൊടുക്കാമെന്ന്. കാരണം എല്ലാവർക്കും പൈസയ്ക്കാണല്ലോ ആവശ്യം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു കുർത്തി കിട്ടുമ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് തോന്നും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും ഒരുപാട് പേര്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് പ്രൈസായിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു മിഠായിയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടേതൊരു ചെറിയ ഓൺലൈൻ സ്റ്റോറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ എമൗണ്ടൊന്നും ക്യാഷ് പ്രൈസായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും 500 രൂപ വെച്ചിട്ട് കേട്ടോ 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും വിന്നറാകുന്ന 2 പേർക്കും 500 രൂപ വെച്ചിട്ട് അങ്ങനെ 1000 രൂപയുടെ ക്യാഷ് പ്രൈസാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫാമിലി വളരുന്നതിനനുസരിച്ച് നമ്മുടെ ക്യാഷ് പ്രൈസിൻ്റെ എമൗണ്ടും നമ്മൾ കൂട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെയും ഉൾക്കൊള്ളിക്കട്ടെ. ഇതിപ്പോൾ ഒരാൾക്കായിട്ട് 1000 കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ വിചാരിച്ചു ഒരാൾക്ക് 1000എങ്കിലും ഇല്ലാതൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും 2 പേർക്ക് 500 വെച്ച് കിട്ടിയാൽ 2 പേർക്ക് എന്തിനെങ്കിലും ഒന്നായല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ 2 പേർക്കാണ് പ്രൈസ് കൊടുക്കുന്നത്. 500 രൂപ വെച്ചിട്ടാണ് കേട്ടോ ക്യാഷ് പ്രൈസ്. അപ്പോൾ എല്ലാ മാസവും അവസാനമാണ് നമ്മൾ വിന്നറെ പ്രഖ്യാപിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉള്ളവർക്കോ അവർക്ക് അതിലേക്കോ നമ്മൾ പൈസ ഇട്ട് തരും. അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഗീവ് അവേക്ക് പ്രത്യേകിച്ച് ഒരു റൂളുമില്ല. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.